ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജിസ് നോളജ്. ഞാൻ എംജെ. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ഡിഫറൻസിയേഷൻ്റെ പാർട്ട് 5 ചെയ്യാനായിട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചിരുന്നു, അത് ചെയ്യും. പിന്നെ പാരാമെട്രിയും കൂടി എടുത്ത് നമ്മൾ ഈ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കും. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, കഴിഞ്ഞ പാർട്ടിൽ ഒരു 5 മാർക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. 5 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പോവാണ്. വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ട് കാണാത്ത ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക, എന്നാൽ മാത്രമേ എളുപ്പമാവുള്ളൂ. ഓക്കെയാണ്. അപ്പം ഫൈൻഡ് dy ബൈ ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്, ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് എന്നൊക്കെ ഇതൊക്കെ ചോദിക്കാം. ഒക്കെ പറഞ്ഞാൽ ഡെറിവേറ്റീവ് കാണാം. എന്താണ് ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് റൈസ് ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഓൾ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പം സാധാരണ നമ്മൾ ഈ ഒരു സാധനം ഒറ്റയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സാധനം ഒറ്റയ്ക്ക് വന്നാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ ഇങ്ങനെ ഈ 2 സാധനങ്ങൾ ഒരുമിച്ച് തന്നാൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. ഇത് 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് നമുക്ക് സാധാരണ ചോദിക്കുന്ന 5 മാർക്കിന് സാധാരണ എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 100% ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇതന്നെ പഠിച്ചു പോയി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, താഴെയും വേരിയബിൾ മേലെയും വേരിയബിൾ, താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ, അത്തരത്തിലൊക്കെ വന്നാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, ലോഗ് എടുക്കുകയാണ് ചെയ്യാറ്. എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി എന്താ, 2 സൈഡിൽ ലോഗ് എടുക്കുക. അപ്പൊ ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഓൾ റൈസ് ടു എക്സ് എന്ന് പറയുന്ന രൂപത്തിൽ ഇത് കിട്ടും. പക്ഷേ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, ലോഗരിതം ഇട്ട് കഴിഞ്ഞാൽ ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ എന്താ ചെയ്യാറ്, ഇവരങ്ങ് സിംപ്ലിഫൈ ചെയ്യും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. നമ്മൾ ഒരിക്കലും ലോഗ് ഓഫ് എ പ്ലസ് ബിക്ക് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ല. നമ്മൾ എന്തിനു മാത്രമേ പ്രോപ്പർട്ടി പഠിച്ചിട്ടുള്ളൂ, ലോഗ് എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ അത് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണെന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ഇങ്ങനൊരു സാധനം പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ 2 സൈഡും ലോഗ് ഇട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ലോഗരിതം യൂസ് ചെയ്ത് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ലോഗരിതം യൂസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുകയും എന്നാൽ 2 സൈഡ് ലോഗ് ഇട്ടാൽ ഉടനെ കിട്ടാത്തതുമായ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറ് മറ്റൊരു മെത്തേഡാണ്. ഒന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. 5 മാർക്കിൽ വന്നാൽ അത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇത്തരത്തിൽ വന്നാൽ നമുക്കറിയാം, ഇയാൾ ഒറ്റയ്ക്ക് വന്നാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാലോ. ഇയാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാലോ. ശേഷം ഇവർ രണ്ടാളെയും കൂടി കണ്ട് ഇവർ രണ്ടാളെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 2നെയും കൂടി ചേർത്ത് വെച്ചാൽ ഈ മൊത്തം സാധനത്തിന്റെ ഡെറിവേറ്റീവ് കിട്ടൂലേ. എന്താ പറഞ്ഞത്, ഇയാൾ ഒറ്റയ്ക്ക് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം, ഇയാളെ ഒറ്റയ്ക്ക് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം. അങ്ങനെ ഇത് 2നെയും കൂടി ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, രണ്ടാളെയും സെപ്പറേറ്റ് കണ്ട് 2 കൂടി ചേർത്ത് വെച്ചാൽ പോലെ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ടേക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, യു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ആൾ വിളിക്കുക. യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എക്സ് റേസ് ടു കോസ് എക്സിനെ വിളിച്ചോ. ആൻഡ് അടുത്തായിട്ട് വി എന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ ആൾ വിളിച്ച ആരാണ്, സൈൻ എക്സ് ദ ഓൾ റേസ് ടു എക്സിനെ വിളിക്കുക. അപ്പം ദാറ്റ് ഈസ്, അപ്പൊ നമ്മുടെ വൈനെ പഠിക്കാൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂ, ഈ എക്സ് റൈസ് ടു കോസ് എക്സ് എന്ന് പറയുന്നത് യു അല്ലേ. അപ്പൊ യു പ്ലസ് ഇയാൾ എന്തായി വി എന്ന് മാറ്റി എഴുതാം. നമ്മളോട് എന്താ കാണാൻ പറ്റുള്ളത്, ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. സോ ഇവർ രണ്ടാൾക്കും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോലെ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ആണ് എനിക്ക് കാണേണ്ടതെന്ന് പറയുമ്പോൾ ഇയാളെ ഡെറിവേറ്റീവ് കാണുക വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ഇയാളെ ഡെറിവേറ്റീവ് കാണുന്നല്ല അർത്ഥം. ഇപ്പം ഈ വലിയൊരാൾ നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്താണ്, യു എന്ന് വിളിച്ചു വി എന്ന് വിളിച്ചു, അങ്ങനെ യു പ്ലസ് വി ആയി. അങ്ങനെയെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇയാളുടെ ഡെറിവേറ്റീവ് പ്ലസ് ഇയാളുടെ ഡെറിവേറ്റീവ് ആവൂലെ. അവിടെ ഇരിക്കട്ടെ, എങ്ങനെ കാണാൻ നോക്കാം നമുക്ക്. നമുക്ക് ഓരോരുത്തരുടെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണാം. ആദ്യം നമുക്ക് ഡി യു ബൈ ഡി എക്സ് കാണാം. അതിനാദ്യം യു ആരെന്ന് പറയണ്ടേ. യു ഈക്വൽ ടു എന്താണ്, എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇയാളുടെ ഡി യു ബൈ ഡി എക്സ് കാണുന്നതാണ് എന്താ, ഇയാളുടെ ഡെറിവേറ്റീവ് കാണണ്ടേ. ഇയാളുടെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക, 2 സൈഡിൽ ലോഗ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ 2 സൈഡിൽ ലോഗ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ വേഗം എന്ത് ചെയ്യുക, 2 സൈഡിൽ ലോഗ് ഇട്ട് കൊടുക്കും. ഇവിടെ ലോഗ് യു ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു കോസ് എക്സ് എന്ന് വരും. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കാണ് അറിയാം, ലോഗ് ഓഫ് എക്സ് റേസ് ടു എൻ രൂപത്തിൽ ആര് വന്നാലും അതിനെ പവറിലുള്ള ആളെ മുന്നിലേക്ക് ഇറക്കി എഴുതാം എന്ന് പറയുമ്പോൾ എൻ ലോഗ് എക്സ് ആക്കി എഴുതാൻ വരും. അപ്പൊ ലോഗ് യു ഈക്വൽ ടു എന്താടാ, ഈ കോസ് എക്സ് നേരെ താഴത്തേക്ക് ഇറങ്ങും, കോസ് എക്സ് ഇൻറ്റു ബാക്കിയുള്ള ആൾക്കാർ അതേമാതിരി ലോഗ് എക്സ്, ഇതൊരു
ലോഗിന്റെ പ്രോപ്പർട്ടിയെ കഴിഞ്ഞ ക്ലാസ് കാണുന്നുണ്ടെന്ന് കണ്ടിട്ട് ഓക്കെ ആണ്. അപ്പൊ ലോഗ് ഇപ്പൊ ലോഗ് വെച്ച് ആദ്യം നമ്മൾ ലോഗ് ഇട്ടു, ലോഗ് വെച്ച് സിംപ്ലിഫൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ലോഗ് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലോഗ് എക്സ് ആയിരുന്നപ്പോൾ 1/x. സോ ലോഗ് യു ആകുമ്പോഴോ 1/u എന്നാവും. കഴിഞ്ഞിട്ടില്ല, കാരണം എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ നിർത്തായിരുന്നു. പക്ഷെ എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് യു കയറിയിരുന്നുകൊണ്ട് യുവിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടി കാണണം. എന്താ യുവിന്റെ ഡെറിവേറ്റീവ്? du/dx എന്നാണ് നമ്മൾ യുവിന്റെ ഡെറിവേറ്റീവ് പറയാം. ഓക്കെ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് du/dx എന്നാണ് പറയാ. അപ്പൊ ഈ ഭാഗം കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്ക് നോക്കാം. ഇവിടെ cos x into log x ആ. സോ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണേ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ നോക്കിയേ. cos x into log x അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ log x ന്റെ 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? മൈനസ് sin x എന്നായിരിക്കും വരിക. കുഴപ്പമില്ലല്ലോ. അങ്ങനെ എനിക്ക് ആരെ മാത്രം ഒന്ന് കണ്ടാൽ മതി? du/dx മാത്രം കണ്ടാൽ മതി. ദാറ്റ് ഈസ് du/dx ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇവിടെ ആരുണ്ടായിരിക്കും? ഇവിടെ ഈ താഴത്തുള്ള യു എങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും? ഇതാ ഈ ഡിവിഷനിലുള്ള ആൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ യു ഇവിടെ ഇടുക. യു ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് കിടന്ന് കഴിഞ്ഞ ക്ലാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ട്, കാരണം രണ്ട് ടേം ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയ. സോ ഇതാരായിട്ട് മാറി? ബാക്കി cos x/x എന്ന് എഴുതാം. ഈ മൈനസിന് മുന്നിലേക്ക് വെക്കുന്നു. ബാക്കി sin x log x എന്തായിരിക്കും? ഇനി നമുക്കറിയാം ചെറിയ ആളാണ്, യു ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ യുവിന്റെ പകരം അയാളെ തന്നെ കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. സോ ഞാൻ ഇവിടെ ഇങ്ങനെ മാറ്റി എഴുതാണ്. നിങ്ങൾ മാറ്റി എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതണം. ആദ്യം യു എന്ന് പറഞ്ഞിട്ട് എഴുതാം, പിന്നെ എന്ത് ചെയ്യണം? ഇയാൾ മാറ്റി, അതായത് ഞാൻ എഴുതി കാണിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ മറക്കണ്ട, യു എന്ന് എഴുതി. ഇനി യു ചെറുതായതുകൊണ്ട് നമുക്ക് യുവിന്റെ പകരം ആരെന്നെ കൊടുക്കാം? കാരണം യു നമ്മളുടെ പേര്, അതിനെ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ x⁻cos x തിരിച്ചു കൊടുക്കാം. അപ്പൊ ദാറ്റ് ഈസ് du/dx എന്തായിട്ട് മാറി? x⁻cos x into cos x/x minus sin x log x എന്നായിട്ട് മാറി. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ഭാഗം സെറ്റ് അഥവാ du/dx കിട്ടി. ഇനി ആരെയും കൂടി വേണം? dv/dx. അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഇടാം. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് dv/dx കണ്ടെത്തണ്ടേ? അപ്പൊ ഓൾസോ നമുക്ക് dv/dx അല്ലേ കാണേണ്ടത്. അപ്പൊ ഓൾസോ v ആരാ? നമ്മുടെ v ഈക്വൽ ടു ആരാടാ? sin x the whole raised to x അല്ലേ? ഇയാൾ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? നേരത്തെ പറഞ്ഞ ഈ താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ ഇതേ സ്റ്റെപ്പ് ലോഗ് ഇടുക. രണ്ട് സൈഡിൽ ലോഗ് ഇടുമ്പോൾ എന്തായിട്ട് മാറി? log v equal to log of sin x the whole raised to x ആയില്ലേ? log x raised to n രൂപത്തിൽ വന്നാൽ ഇയാൾ നേരെ താഴത്ത് കിടക്കാം. സോ log v equal to x താഴേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആൾക്കാർ അതേപോലെ എഴുതുക log of sin x. അങ്ങനെയെങ്കിൽ ലോഗ് സിംപ്ലിഫൈ ചെയ്ത് വേഗം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ലോഗ് വി ചെയ്യുമ്പോൾ ലോഗ് എക്സ് ആകുമ്പോൾ 1/x, ലോഗ് വി ആകുമ്പോൾ 1/v. പക്ഷേ ഈ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് വീലിനോട് അയാളൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിന്റെ ഡെറിവേറ്റീവ് dv/dx ഈക്വൽ ടു അപ്പുറത്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. കാരണം എന്താ? പ്രോഡക്റ്റ് ഉള്ള എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ആ. സോ എങ്ങനെ ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്തായിരിക്കും വരിക? ലോഗ് ഓഫ് സൈൻ എക്സ് അല്ലേ? ലോഗ് എക്സ് ആയിരുന്നപ്പോൾ 1/x. സോ ലോഗ് സൈൻ എക്സ് ആകുമ്പോൾ 1/sin x കഴിഞ്ഞിട്ടില്ല. കാരണം എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് സൈൻ എക്സ് ഇരുന്നോണ്ട് സൈൻ എക്സിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? cos x എന്നായില്ലേ? ഓക്കെ. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താ വരിക? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ ഇൻറ്റു 1. ഓക്കെ ആണ്. എനിക്ക് ആരെ മാത്രം മതി? dv/dx മാത്രം മതി. ദാറ്റ് ഈസ് dv/dx ഈക്വൽ ടു ഈ താഴെവിനെ നേരെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. വേഗം ഒരു ബ്രാക്കറ്റ് ഇടുക. ഈ എക്സ് അതേമാതിരി എഴുതി. cos x/sin x ആരാണ്? cot x ആണ്. സോ cot x എന്ന് എഴുതാം. പ്ലസ് ഇൻറ്റു 1 വന്നാൽ അതന്നെ log ഓഫ് sin x ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ log ഓഫ് sin x തന്നെയാണ്. നേരത്തെ പറഞ്ഞ അതേമാതിരി വി നമ്മളിട്ട പേരാണ്. സോ വിനെ കൂടെ നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റുക. അപ്പോൾ ദാറ്റ് ഈസ് dv/dx ഈക്വൽ ടു വിന്റെ പകരം തിരിച്ച് sin x the whole raised to x into x cot x പ്ലസ് log ഓഫ് sin x എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. കാരണം dv/dx ആയി. അങ്ങനെയെങ്കിൽ du/dx കിട്ടി, dv/dx കിട്ടി. അങ്ങനെ dy/dx ആണ് ഇവിടെ. Therefore equation 1 gives dy/dx എന്തായിട്ട് മാറി? dy/dx equal to du/dx plus dv/dx. du/dx എവിടെ നിൽക്കുന്നത്? du/dx ആണ് x⁻cos x into cos x/x minus sin x into log x. ഇനി പ്ലസ് dv/dx എന്തായിരിക്കും വരിക? dv/dx അവിടെ കിടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും വരിക? sin x the whole raised to x into x cot x plus log of sin x. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്.
ചെയ്യാൻ കുറെ ഉണ്ടെങ്കിലും 5 മാർക്കല്ലേ, വെറുതെ കളയണം. ഐഡിയ ഉണ്ടായാൽ മതി. ഇങ്ങനെ രണ്ടാളെ തന്നാൽ വെറുതെ അങ്ങ് ലോഗ് ഇട്ടിട്ട് കാര്യമില്ല. കാരണം ലോഗ് ഓഫ് എ പ്ലസ് ബിക്ക് നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടാളുടെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണുക, ശേഷം എന്ത് ചെയ്യുക, രണ്ടാളെയും കൂടി ചേർത്ത് വെക്കുക. അത്രയുള്ള പരിപാടി. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഓക്കെ ആണ്. എൻസൈഡ് ഒക്കെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. y equal to sin x the whole raised to cos x minus cos x the whole raised to log x. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ, താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ. ഉറപ്പായിട്ടും ലോഗ് ഇടാതെ ലോഗരിതമിക് ഡിഫറൻസിയേഷനിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ലോഗ് ഇടുമ്പോൾ എന്താ പ്രശ്നം, ഇവിടെ ലോഗ് വൈ വരും, അവിടെ ലോഗ് ഓഫ് ഇത് മൈനസ് ഇത് എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എ മൈനസ് ബി രൂപത്തിൽ കിട്ടും. ലോഗ് ഓഫ് എ മൈനസ് ബിക്ക് ഒരു ഫോർമുല ഇല്ല. നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. പക്ഷേ ലോഗ് ഓഫ് എ മൈനസ് ബിക്ക് ഒരു ഫോർമുല ഇല്ല. അപ്പം ലോഗ് ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ നേരിട്ട് ലോഗ് ഇടാനും പറ്റാത്ത സാഹചര്യം നമ്മൾ എന്താ ചെയ്യുക, ഇയാളുടെ ഒറ്റക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇയാൾ ഒറ്റക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടാളും സെപ്പറേറ്റ് കണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് ഇയാൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ആളെ യു എന്ന് പറഞ്ഞ് വിളിക്കുക. sin x the whole raised to cos x and v എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആൾ വിളിക്കാറാണ് cos x the whole raised to log x. that is, അപ്പൊ നമ്മുടെ എന്തായിട്ട് y എന്തായിട്ട് മാറി, y equal to u minus v എന്നായിട്ട് മാറിയില്ലേ. നമ്മളോട് എന്താ കാണാൻ വെച്ചാൽ dy by dx അല്ലേ. സോ dy by dx എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x മൈനസ് ഇയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇന്നോട്ടെ. നമുക്ക് ഓരോരുത്തരുടെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടാലോ. ഡി യു ബൈ ഡി എക്സ് ആണെങ്കിൽ അത് യു ആരാന്ന് അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യു ആരാണ്, യു ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് എക്സ്. എങ്ങനെയാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, താഴെ ഫംഗ്ഷൻ മേലെ ഫംഗ്ഷൻ രണ്ട് സൈഡ് ലോഗ് ഇട്ട് കൊടുക്കുക. സോ ലോഗ് ഇടുമ്പോൾ ഇവിടെ ലോഗ് യു ഈക്വൽ ടു ഇപ്പോഴത്തെ ലോഗ് ഇട്ട ലോഗ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് എക്സ് എന്ന് വരില്ലേ. ലോഗ് എക്സ് റൈസ് ടു എൻ രൂപത്തിലാണെങ്കിൽ ഈ മേലുള്ള കോസ് എക്സ് ഇങ്ങോട്ടേക്ക് ഇറങ്ങും ഇൻറ്റു ഇവിടെ ലോഗ് ഓഫ് സൈൻ എക്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ ആണ്. സോ അതൊക്കെ ആയി. അങ്ങനെയെങ്കിൽ വേഗം എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് യുവിൻ്റെത് 1 ബൈ യു കഴിഞ്ഞില്ല. കാരണം എക്സ് ഇരിക്കേണ്ടത് യു ഇരുന്നുകൊണ്ട് അയാളൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ആണ്. സോ പ്രോഡക്റ്റ് റൂൾ ആണ്. എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്തായിരിക്കും വരിക, ലോഗ് സൈൻ എക്സിൻ്റെത് ലോഗ് എക്സ് ആകുമ്പോൾ 1 ബൈ എക്സ്. സോ ലോഗ് സൈൻ എക്സ് ആകുമ്പോൾ 1 ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് വന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി സൈൻ എക്സ് ചെയ്യണം. കാരണം എക്സ് ഇരിക്കേണ്ടത് സൈൻ എക്സ് കഴിയുന്നതുകൊണ്ട് സൈൻ എക്സ് ഒന്നും കൂടി ചെയ്യുക, കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും വരിക, ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഇനി കോസ് എക്സിന്റെ എന്തായിരിക്കും വരിക, മൈനസ് സൈൻ എക്സ് എന്നല്ലേ വരിക സെക്കൻഡ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇനി എനിക്ക് ഡി യു ബൈ ഡി എക്സ് മാത്രം മതി. ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ യുവിന് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ യു ഇങ്ങനെ നിൽക്കൂലേ, ഈ യുവിന്റെ പകരം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതണം. യു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എഴുതണം. അപ്പൊ എങ്ങനെയായിരിക്കും വരിക, ഇങ്ങനെ വരും കോസ് എക്സ്. നോക്കണ്ട, കോസ് എക്സ് അവിടെ നിർത്തി. ഈ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ് കോട്ടെക്സ് അല്ലേ. സോ എന്തായിട്ട് വരും, കോസ് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് എനിക്ക് എഴുതിക്കൂടെ, കുഴപ്പമില്ലല്ലോ. പ്ലസ് ഈ മൈനസ് ആദ്യം മുന്നിലേക്ക് മൈനസ്, ബാക്കി ഒരു സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ഉണ്ടായിരിക്കും, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആയി. ഇനി ഈ യു നമ്മളുടെ പേര് മാറ്റി നമ്മൾ എന്ത് ചെയ്യാം, ശരിക്കുള്ള യുവിനെ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എന്തായിരിക്കും, കോസ് എക്സ് എന്നാണ് ശരിക്കുള്ളത്, തിരിച്ചങ്ങോട്ടേക്ക് കൊടുക്കുന്നു. നിങ്ങൾ 2 സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ അവിടെ വെക്കുക. ഓൾസോ നമുക്ക് വീനെയും കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം. ഓൾസോ ഓക്കെ എന്തായാലും ഓൾസോ നമുക്ക് ആരെയും കൂടി അറിയണം, വീനെ കുറിച്ച്. വി ആരാണ്, വി ഈക്വൽ ടു കോസ് എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് അല്ലേ, കോസ് എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് അല്ലേ. അങ്ങനെയെങ്കിൽ പറ നമുക്ക് ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ 2 സൈഡ് ലോഗ് എടുക്കണ്ടേ. ലോഗ് വി ഈക്വൽ ടു അവിടെ ലോഗ് എടുക്കുമ്പോൾ ഈ ലോഗ് നേരെ താഴത്തേക്ക് ഇറങ്ങും, ലോഗ് എക്സ് ഇൻറ്റു മറ്റാളുടെ കൂടെ ലോഗ് പോവും, ലോഗ് ഓഫ് കോസ് എക്സ് എന്നായിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇയാളെ വേഗം എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ വി ഡി വി ബൈ ഡി എക്സ്. അതൊക്കെ നേരത്തെ പറഞ്ഞോണ്ട് അങ്ങനെ പറയാതെ പോകുന്നത്. ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ആയതുകൊണ്ട് പ്രോഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും വരിക, ലോഗ് ഓഫ് കോസ് എക്സ്. ലോഗ് എക്സ് ആകുമ്പോൾ 1 ബൈ എക്സ്, ലോഗ് കോസ് എക്സ് ആകുമ്പോൾ 1 ബൈ കോസ് എക്സ് ഇൻറ്റു എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് കോസ് എക്സ് ഇരുന്നോണ്ട് അയാളൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും വരിക, ലോഗ് എക്സിൻ്റെ 1 ബൈ എക്സ്. അപ്പോൾ ദാറ്റ് ഈസ് എനിക്ക് ഡി വി ബൈ ഡി എക്സ് മാത്രം ഇവിടുന്ന് മതി എന്ന് പറയുമ്പോൾ വീന് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വി അവിടെ നിൽക്കുന്നു, ബാക്കി ഇവിടെ ആരുണ്ടായിരിക്കും, ആ മൈനസിന് ആദ്യം മുന്നിലേക്ക് എഴുതുന്നു. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. സോ ലോഗ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്ന ഒരാൾ ബാക്കി ഉണ്ടായിരിക്കും. പ്ലസ്
ഇതാരാണ് ലോഗോ ഓഫ് കോസ് എക്സ് ബൈ എക്സ് എന്ന് എഴുതി അവിടെ നിർത്തുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ വി നമ്മളിട്ട പേര്, സോ നമുക്ക് ഇയാൾ ആവശ്യമൊന്നുമില്ല, പഴയ വി അതിനെ തിരിച്ചു കൊടുക്കണം. കോസ് എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് ആണ് ശരിക്കുള്ള വി, അതിനെ തിരിച്ചു കൊടുത്തു. ഇയാൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇനി നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞുള്ളത്? dy by dx എന്ന് കാണാൻ പറഞ്ഞുള്ളത്. അപ്പൊ therefore equation 1 gives dy by dx equal to എന്തായിരിക്കും വരിക? du by dx. ആരാ du by dx? നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഓൾറെഡി. sin x the whole raised to cos x into cos x into cot x minus sin x into log of sin x എന്ന് വരും, കുഴപ്പമില്ലല്ലോ. ഇനി മൈനസ് ഇട്ടിട്ട് ഇവരെയാണ് എഴുതേണ്ടത്. മൈനസ് ആരാണ്? കോസ് എക്സ് ദ ഹോൾ റൈസ് ടു ലോഗ് എക്സ് ഇൻറ്റു ആദ്യത്തെ ടേം കൂടെ മൈനസ് ആയിട്ട് നിൽക്കുന്നത് അവർ കാണാൻ സുഖമില്ല, ഞാൻ ആദ്യം പോസിറ്റീവ് ടേമിന് എഴുതുന്നു, കുഴപ്പമില്ലല്ലോ. ലോഗ് ഓഫ് കോസ് എക്സ് ബൈ എക്സ് മൈനസ് ലോഗ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് എഴുതുന്നു, താക്കൊന്നുമില്ലല്ലോ. സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമാണ്. ഇനി ഞാൻ മേലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ. y ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് 2 റൈസ് ടു ടാൻ എക്സ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചെയ്യാന് താഴെയും ഫംഗ്ഷൻ മേലെയും ഫംഗ്ഷൻ, അപ്പൊ ഉറപ്പായിട്ട് ലോഗ് ഇടണം. ഇനി ഇവിടെ ചെയ്യാനാണെങ്കിലോ, ഇവിടെ ചെയ്യാൻ 2 റൈസ് ടു ടാൻ എക്സ് അല്ലേ, ഇത് ഏത് രൂപത്തിലാണ്? എ റൈസ് ടു എക്സ് രൂപത്തിലാണ്. നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ലോഗ് ഇടേണ്ട ആവശ്യമില്ല. ലോഗ് ഇട്ടാൽ കിട്ടും ചെയ്യും, പ്രശ്നമില്ല. പക്ഷെ ലോഗ് ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ഫോർമുല അറിയാം. എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ചെയ്യുക. അപ്പം അത് വെച്ചത് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഇയാളെ മാത്രം സെപ്പറേറ്റ് കാണും, ഇയാളെ മാത്രം സെപ്പറേറ്റ് കണ്ടാൽ മതി. കാരണം ഇയാളുടെ ഡെറിവേറ്റീവ് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇയാളെ മാത്രം യു എന്ന് പേര് വിളിച്ച് ഇയാളെ മാത്രം സെപ്പറേറ്റ് കാണുക. ഇയാളത് നേരെ ചെയ്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇയാളെ പേര് വിളിച്ച് സെപ്പറേറ്റ് കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇയാളത് നിങ്ങൾ ലോഗ് ഇടണം നിർബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇയാളെ യു എന്ന് വിളിക്കുക, ഇയാളത് കണ്ടുപിടിക്കുക, പ്ലസ് ഇയാൾ നമുക്ക് എങ്ങനെ എഴുതാൻ മതി? 2 റൈസ് ടു ടാൻ എക്സ് ആണ്. സോ എന്ത് ചെയ്താൽ മതി? ഇതെന്തായിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് വരിക? 2 റൈസ് ടു ടാൻ എക്സ് ഇൻറ്റു ലോഗ് 2 ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് എന്നായിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് വരിക. സോ അത് അവിടെ ഇട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഇങ്ങനെ കുറെ സ്റ്റെപ്പ് നേടേണ്ട ആവശ്യം ഉണ്ടാവില്ല, ചെറിയ ട്രിക്ക് മതിയാവും. മനസ്സിലായല്ലോ? എല്ലായിടത്തും ലോഗ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് വേഗം പാരാമെട്രിക്കിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് പാരാമെട്രിക് ഫോംസ്. നമ്മൾ ആദ്യം സാധാരണ നമ്മൾ ഏത് ടൈപ്പ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യാറ്? y ഈക്വൽ ടു സൈൻ എക്സോ y ഈക്വൽ ടു കോസ് എക്സോ അതുപോലത്തെ ഒരു ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് തുടങ്ങിയത് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ. പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് കോമ വൈ രൂപത്തിലുള്ള ഇംപ്ലിസിറ്റ് എക്സും വൈയും മിക്സ് ആക്കിയിട്ട് തരുന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ആദ്യം വൈ ഒറ്റയ്ക്ക് തരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു, വൈയും എക്സും ഒറ്റയ്ക്ക് തരുന്നതിനെ കുറിച്ച്, പിന്നെ വൈയും എക്സും മിക്സ് ആക്കി തരുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു വെറൈറ്റി ആണ്. എക്സും വൈയും വേറെ വേറെ തരുന്നു. ഇവിടെ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞു തരുന്നു, ഇവിടെ രണ്ടും മിക്സ് ആക്കി തരുന്നു, ഇവിടെ എക്സ് ഒന്ന് വേറെ വൈ വേറെ ഒന്ന് തരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനെ എക്സ്, സാധാരണ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലെ എക്സ് എന്ന് പറയുന്ന ആണ് ഇതൊരു എഫ് ഓഫ് ടി ആയിരിക്കും, കോമ വൈ എന്ന് പറയുന്ന ആളൊരു ജി ഓഫ് ടി എന്ന് എഴുതി കഴിഞ്ഞാൽ, അഥവാ ഈ എക്സ് എന്ന് പറയുന്ന ആളൊരു ഫംഗ്ഷൻ ആക്കിയിട്ടും വൈ എന്ന് പറയുന്ന ആളെ മറ്റൊരു ഫംഗ്ഷൻ ആക്കിയിട്ടും തരികയാണ്. പക്ഷെ ഈ രണ്ട് ഫംഗ്ഷന് പ്രത്യേകതയുണ്ട്. ഇവർ രണ്ടുപേരും ഈ ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചാണ് പാരാമെട്രിക് ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. ഈ പാരാമീറ്റർ ഒന്നെങ്കിൽ ടി ആവാം, തീറ്റ ആവാം, സാധാരണ ഇവരുള്ള യൂസ് ചെയ്യാറ്. അപ്പൊ ഈ പാരാമീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്, അഥവാ എക്സിനെയും വൈനെയും ഒരു കോമൺ പാരാമീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് തരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പാരാമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പം y ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചു, എക്സും വൈയും മിക്സ് ആക്കി തന്നാൽ പഠിച്ചു. ഇനി നമുക്ക് ഇവരാണ് വേറെ വേറെ തന്നെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ തരുമ്പോൾ വല്ല പ്രത്യേകത എന്താണ്? ഒരു കോമൺ പാരാമീറ്റർ വെച്ച്, ഒന്നെങ്കിൽ തീറ്റ ആവാം, എഫ് ഓഫ് തീറ്റ ദാറ്റ് എന്താണ് y ഈക്വൽ ടു ജി ഓഫ് തീറ്റ എന്നാവാം. അതും ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പാരാമീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് പാരാമെട്രിക് ഫോംസ് ആണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് dy ബൈ ഡി എക്സ് അല്ലേ കാണേണ്ടത്? ഈ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ കാണേണ്ടത്? ഇത്തരം
ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടുവെക്കുക. അപ്പൊ dy/dt നിങ്ങൾക്ക് കിട്ടൂലേ? അതിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ എക്സിനെയും വൈനെയും വേറെ വേറെ തന്നിട്ടുണ്ടാവില്ലേ, അവർ രണ്ടാളെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക. ഏത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഏത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ആ പാരാമീറ്റർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം വൈൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ്. കാരണം dy/dx കാണുന്നത് തന്നിരിക്കുന്നത് ആദ്യം ഇയാളെ എന്ന് വെച്ച് ഇയാളുടെ ഡെറിവേറ്റീവ് അല്ല ആദ്യം എടുത്ത് എഴുതുന്നത്. എപ്പോഴും എടുത്ത് എഴുതുമ്പോൾ ആദ്യം വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് തന്നെ എടുത്ത് എഴുതി പഠിക്കുക. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ എന്താ പറഞ്ഞത്? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നാൽ രണ്ടുപേരുടെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണും. എന്ത്? വിത്ത് റെസ്പെക്ട് ടു അതേ പാരാമീറ്റർ കാണണം. എന്താ രണ്ടുപേരും ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? സോ ക്വസ്റ്റ്യൻ എന്താ അവിടെ? ഫൈൻഡ് dy/dx x equal to 80 square such that y equal to 280. എക്സും വൈയും വേറെ വേറെ തന്നിരിക്കുന്നു. സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാരാമീറ്റർ ടി ആ. ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ വെച്ചിട്ട് എക്സിനെയും വൈനെയും വേറെ വേറെ തന്നാൽ ഇത് ഏത് ഫോമാണ്? ആ പാരാമെട്രിക് ഫോമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കാണുന്നത്? dy/dx അല്ലേ കാണേണ്ടത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? dxന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഏതാണോ പാരാമീറ്റർ ആണെന്ന് കണ്ടുവെക്കുക. dt അവിടെ dt കണ്ടുവെക്കുക. ഓക്കെ ആണ്. അപ്പം ഇയാളെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? a × d². തുടക്കത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സും വൈ അല്ലാത്ത ബാക്കി എല്ലാവരും എന്താണ്? കോൺസ്റ്റന്റ്. സോ കോൺസ്റ്റന്റിന്റെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എ എങ്ങോട്ട് മാറ്റി വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ കോൺസ്റ്റന്റ്, ഇവിടെ ടി ഒരു കോൺസ്റ്റന്റ് അല്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് പാരാമെട്രിക് ഫംഗ്ഷൻസിൽ വേരിയബിൾ എപ്പോഴും 3 ആൾക്കാരായിരിക്കും. എക്സ്, തീറ്റ, ടി, ഈ മൂന്നായിരിക്കും ഇവിടുത്തെ വേരിയബിൾ. സാധാരണ എക്സും വൈയും മാത്രം വേരിയബിൾ. എന്നാൽ പാരാമെട്രിക് ഫംഗ്ഷൻസിൽ ഇവിടെ എക്സും ടിയും തീറ്റ ആണെങ്കിൽ തീറ്റയും വേരിയബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടുന്ന് എനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. t² വിത്ത് റെസ്പെക്ട് ടു ടി എന്തായിരിക്കും? x² ആയിരുന്നു 2x. സോ t² ആവുമ്പോഴോ ഇൻറ്റു 2t എന്ന് തന്നെയാണ്. ഇനി ടി ആണ് വിത്ത് റെസ്പെക്ട്. അപ്പൊ dt/dx ഒന്നും എഴുതാൻ നിൽക്കരുത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു ഇവരെ വെച്ചിട്ടാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആ. വൈ ആയിരുന്നെങ്കിൽ dx/dy അങ്ങനെ വേറെ ഏതെങ്കിലും വേരിയബിൾ ആയിരുന്നെങ്കിൽ അയാൾ ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റാര് വന്നാൽ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ഇവിടെ എത്തും ചെയ്താൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി. ഇനി ദാറ്റ് ഈസ് തന്നെയാണ് 280 എന്ന് വൃത്തിയാക്കി എഴുതിക്കോളൂ. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇവിടെ ഇയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് കണ്ടോക്കാം. dy/dt എന്തായിരിക്കും വരിക? ഇവിടെ 2a കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2a മാറ്റി വെച്ചു. ഇൻറ്റു ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ടിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? 2a. നമുക്ക് ഇതല്ല കാണേണ്ടത്. therefore dy/dx ആണ് എനിക്ക് കാണേണ്ടത്. dy/dx എങ്ങനെയാ കാണുക? ഈ ഇക്വേഷൻ അങ്ങ് എഴുതി കൊടുക്കുക. എന്ന് പറയുമ്പോൾ dy/dt ഡിവൈഡഡ് ബൈ dx/dt. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരക്കിൽ ആദ്യം ഇയാളെ എടുത്തെഴുതും പിന്നെ ഇയാളെ എടുത്തെഴുതും. തെറ്റാണ്. ആദ്യം dy/dt ആൻസർ തന്നെ എഴുതണം. 2a ഡിവൈഡഡ് ബൈ പിന്നെയാണ് 2a എഴുതേണ്ടത്. ഈക്വൽ ടു 2a കട്ടായി കഴിഞ്ഞാൽ ബാക്കി 1/t ആയിരിക്കും ആൻസർ. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ഇയാളെ ചെയ്താലോ? ഇവിടെ നോക്കി x equal to a sin theta such that y equal to a cos 2 theta. കാണുമ്പോൾ തന്നെ മനസ്സിലായി എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. ഏത് പാരാമീറ്റർ വെച്ചിട്ടാണ്? തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ. അങ്ങനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ആദ്യം ഇയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കാണുക. പിന്നെ അയാളുടെ അപ്പൊ ആദ്യം dx/d ഒന്ന് കണ്ടു നോക്കാം. കുഴപ്പമില്ലല്ലോ. ഇവിടെ a × sin തീറ്റ എനെ മാറ്റി വെക്കുക. സൈൻ തീറ്റന്റെ എന്തായിരിക്കും വരിക? കോസ് തീറ്റ ആണ്. ഇവിടെ വെച്ച് നിർത്താൻ കാരണം വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തീറ്റ വേറെ d θ/, ആ സാധനം വരുമായിരുന്നു. പക്ഷെ ഇവിടെ തീറ്റ ആയതുകൊണ്ട് ഇവിടെ നിന്ന് വെച്ച് നിർത്താം. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തതാണ് നമുക്ക് dy/dt ഒന്ന് കണ്ടുനോക്കിയാലോ. dy/dt എന്തായിരിക്കും വരിക? a ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. cos 2 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും ഇവിടെ വരിക? വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കട്ടോ. cos 2 തീറ്റ അല്ലേ? cos x ആയിരുന്നെങ്കിൽ മൈനസ് സൈൻ എക്സ്. സോ cos 2 തീറ്റ ആണെങ്കിൽ മൈനസ് സൈൻ 2 തീറ്റ എന്ന് വരും. പക്ഷെ നിർത്താമായിരുന്നു എപ്പം? വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഈ ആംഗിളിനുള്ളിൽ തീറ്റ ആയിരുന്നെങ്കിൽ നിർത്താമായിരുന്നു. ഇവിടെ ശരിയാണ്. പക്ഷെ തീറ്റ ഇരിക്കേണ്ട സ്ഥലത്ത് 2 തീറ്റ കയറിയിരുന്നുണ്ട്. ആടൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്തായിരിക്കും 2 തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ? 2 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? 2 ഇൻറ്റു തീറ്റയുടെ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 ആണ് ആൻസർ. എന്ന് പറയുമ്പോൾ മൈനസ് 2a സൈൻ 2 തീറ്റ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ.
അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ വേഗം ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് therefore dy by dx ആണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എഴുതി നോക്കി എന്താ വരിക? dy by d theta divided by dx by d theta equal to ആദ്യം dy by എഴുതണം എന്ന് പറയുമ്പോൾ -2a sin 2 theta divided by a cos theta എന്ന് എഴുതി കൂടെ a cos theta എന്ന് എനിക്ക് എഴുതി നിർത്താലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനിതാ, ഞാൻ ഈ 2നെയല്ല ഈ എനെയും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ഈ എനെയും കട്ട് ചെയ്യുന്നു. ബാക്കി ആരുണ്ടാ ഇവിടെ -2 sin 2 theta by cos theta ഇല്ലേ, ഞാൻ താൽക്കാലികം ഇയാള് മൈനസ് ആ 2ന് അതുപോലെ തന്നെ എഴുതുന്നു ഇൻറ്റു sin 2 തീറ്റയുടെ ഫോർമുല എന്താടാ, 2 sin theta cos theta അല്ലേ, കുഴപ്പമില്ലല്ലോ, ഡിവൈഡഡ് ബൈ ഒരു cos theta ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ cos theta കട്ട് ചെയ്ത് കളയാം. ഓക്കെ, cos theta കട്ട് ചെയ്ത് കളയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കി ആര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, cos theta പോയി ബാക്കി ഒരു -4 ഉണ്ടായിരിക്കും, ഒരു sin theta ബാക്കി ഉണ്ടായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ -4 sin theta ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഇനി ഈ മൂന്നാമത് എഴുതുന്നത് ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ സച്ച് ദാറ്റ് y ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ മൂന്നും ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് ഇത് രണ്ടും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ ആണ്. തന്നപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ആ രണ്ട് ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് തന്നിരിക്കുന്നു വിത്ത് റെസ്പെക്ട് എന്താണ് ഒരു തീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണാം, നേരിട്ട് ഇനി നമുക്ക് dy by dx ഒന്ന് കണ്ടുനോക്കാം. എന്താ dy by dx ന്റെ ഫോർമുല, dy by d theta divided by dx by d theta എന്നുള്ളതായിരിക്കും ഫോർമുല. നമ്മൾ ഇനി ഈ എക്സിനെ വേറെ കാണുന്നു, വൈനെ വേറെ കാണുന്നു നിൽക്കുന്നില്ല. കാരണം നമുക്ക് വെറുതെ എന്തിനാണ് നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്നും കൂടെ സ്പീഡ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം dy by d theta ഒന്ന് കണ്ടു നോക്കിയാലോ, എങ്ങനെയാ കാണുന്നത് നോക്കിയേ. a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് എനെ അവിടെ മാറ്റി വെച്ചു ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും അവിടെ വരിക, 1 0 കോസ് തീറ്റ ആണെങ്കിലോ മൈനസ് സൈൻ തീറ്റ, അങ്ങനെ മൈനസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ ഇൻറ്റു സൈൻ തീറ്റയാണ് ഇവിടെ നിർത്താൻ കാരണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ്. ഡിവൈഡഡ് ബൈ ഇനി എക്സ് എന്താ വരുന്നത്, a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ അല്ലേ, എനെ മാറ്റി വെച്ചു. തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്തായിരിക്കും വരിക, തീറ്റന്റെ എന്തായിരിക്കും വരിക 1 ആയിരിക്കും വരിക, പ്ലസ് സൈൻ തീറ്റന്റെ എന്തായിരിക്കും വരിക കോസ് തീറ്റ ആയിരിക്കും വരിക. കുഴപ്പമൊന്നുമില്ലല്ലോ. എനെയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആരാളുള്ളത്, ഒരു സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 2 തീറ്റയുടെ ഫോർമുല എന്താണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവിടെ 2 തീറ്റ ആയിരുന്നപ്പം ആൻസറിൽ ആംഗിൾ തീറ്റ. അങ്ങനെയാണ് സൈൻ തീറ്റയുടെ ഫോർമുല എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, നോക്കി നോക്കിട്ടാ. 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതി കൂടെ. +1 പഠിച്ച ഫോർമുലയാണ്. ഇതിനെ നമുക്ക് വേറെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന് എന്ത് എഴുതാം, 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 1 പ്ലസ് കോസ് 2 തീറ്റയുടെ ഫോർമുല എന്താണ്, 2 കോസ് സ്ക്വയർ തീറ്റ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 തീറ്റ ആയിരുന്നപ്പോൾ ഇവിടെ തീറ്റ. അങ്ങനെയെങ്കിൽ ഇവിടെ തീറ്റ ആവുമ്പോഴോ 1 പ്ലസ് കോസ് തീറ്റ ആവുമ്പോഴോ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആയിരിക്കും ഫോർമുല വരിക. ഇതൊക്കെ കഴിഞ്ഞ പഠിച്ചതാ. ഇവിടെ തീറ്റ പോയിന്റ് പകുതി വരും എന്ന് പറയുമ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നായിരിക്കും ആൻസർ. ഇതൊക്കെ കഴിഞ്ഞ പഠിച്ച ഫോർമുല അതൊക്കെ എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 2 കട്ട്, ഒരു കോസ് തീറ്റയും കട്ട്. അങ്ങനെയെങ്കിൽ ബാക്കി ആരേ ഉള്ളൂ, ഇവിടെ ഒരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റ ബൈ 2 ബാക്കിയുണ്ട്. മൊത്തത്തിൽ ആരാ ബാക്കി, ഒരു ടാൻ തീറ്റ ബൈ 2 ആണ് ബാക്കി. ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ മൂന്നും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും നല്ല വൃത്തിക്ക് പഠിക്കുക. സോ ഇനി കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് നോക്കി അതും കൂടി ചെയ്തിട്ട് ഈ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ ആണ്. എടാ ഇതും കൂടിയാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എക്സും വൈയും ഒരു തീറ്റ എന്ന് പറയുന്ന വേരിയബിളെ സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം എക്സ് ഡി എക്സ് ബൈ ഡി തീറ്റ കാണും, പിന്നെ ഡി വൈ ബൈ ഡി തീറ്റ കാണും. നമ്മൾ അതിന് നിൽക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നേരിട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ ആദ്യം കാണാം, ഡിവൈഡ് ബൈ പിന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ട് അവരങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല,
നേരിട്ട് കാണാൻ പോവാം. ആദ്യം ഇയാളുടെ കാണേണ്ടത്. അവിടെ ഏനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, കുഴപ്പമില്ലല്ലോ, ഏനെ മാറ്റി വെച്ചു. ഇനി പറയാം സൈൻ തീറ്റ എന്തായിരിക്കും വരിക? കോസ് തീറ്റ ആയിരിക്കും വരിക മൈനസ് തീറ്റ കോസ് തീറ്റനെ എങ്ങനെ ഡെറിവേറ്റീവ് കാണുക? തീറ്റന്റെ വണ്ണും കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എഴുതിയാൽ മതിയോ? അല്ല, കാരണം അത് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്. ഇൻറ്റു കണ്ടാൽ വേഗം പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവിന്റെ ശേഷം ഒരു ബ്രാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 ആയിരിക്കും വരിക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓൾ ഡിവൈഡഡ് ബൈ, ഇനി ഇയാൾ ചെയ്യുമ്പോൾ ഏനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നു. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. പിന്നെ പ്ലസ് ഇട്ടിട്ട് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വീണ്ടും പ്രോഡക്റ്റ് റൂൾ ആണ്. ഇവിടെ ബ്രാക്കറ്റിന്റെ ആവശ്യം, കാരണം പ്ലസിന്റെ ശേഷമാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് കിട്ടൂല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുന്ന് ആ ഏനെയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബാക്കി പറ. മേലാരുണ്ട് ഒരു കോസ് തീറ്റ, ബ്രാക്കറ്റ് കാണുന്നില്ല, കോസ് തീറ്റ ഉണ്ട്. ഈ മൈനസിനുള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ കൊടുത്തേക്ക്. മൈനസ് ഈ ടേമിന് മൊത്തം ചെയ്യുന്ന മൈനസ് അല്ല, മൈനസ് ഇൻറ്റു മൈനസ് തീറ്റ സൈൻ പ്ലസ് തീറ്റ സൈൻ തീറ്റ എന്നായിരിക്കും വരെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു മൈനസ് കോസ് തീറ്റ ഉണ്ടായിരിക്കും. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു മൈനസ് സൈൻ തീറ്റ ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു തീറ്റ കോസ് തീറ്റ ഉണ്ട്, പിന്നെ ഒരു പ്ലസ് സൈൻ തീറ്റ ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ കോസ് തീറ്റയും കട്ട്, മൈനസ് പ്ലസ് സൈൻ തീറ്റയും കട്ട്. ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ? തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ കോസ് തീറ്റ മാത്രമേ ബാക്കിയുള്ളൂ. തീറ്റയും കട്ട്, ബാക്കി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്, ടാൻ തീറ്റ ആണ്. സോ ഇതോടെ ഇത്രയേ ഉള്ളൂ ഈ പാരാമെട്രിക് എന്ന് പറയുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും വരാൻ സാധ്യതയുള്ള ഇവിടെ ചോദിച്ചാൽ ഇതേ വരും എന്നുള്ള പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. സോ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ തീർക്കും. കാരണം ഹയർ ഓർഡർ എന്ന് പറഞ്ഞ ഒറ്റ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക്. ബൈ.